ജോർജിയയിൽ MBBS പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടോപ്പ് 5 MBBS യൂണിവേഴ്സിറ്റീസ് ഇൻ ജോർജിയയെ പറ്റിയാണ്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു യൂസ്ഫുൾ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ജോർജിയയിൽ തന്നെ പഠിക്കാൻ കുറേ ആഗ്രഹിച്ച് നിൽക്കുന്ന പിള്ളേരൊക്കെ കാണും, ഇവിടെ വന്ന് പഠിക്കാനും കാര്യങ്ങൾക്കും എല്ലാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡൻ്റാണ്, MBBS സ്റ്റുഡൻ്റാണ്, 6th ഇയർ സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വീഡിയോ ടോപ്പ് 5 MBBS യൂണിവേഴ്സിറ്റീസ് ഇൻ ജോർജിയ. ഏതൊക്കെയാണ് ടോപ്പ് 5 യൂണിവേഴ്സിറ്റി ഇവിടെ എങ്ങനെയാണ് അവിടുത്തെ ഫീസ് സ്ട്രക്ചർ, കാര്യങ്ങൾ, ഹോസ്റ്റൽ ഫെസിലിറ്റി, ഇവിടുത്തെ ഇന്ത്യൻസിൻ്റെ അത് അഫോർഡബിൾ ആണോ അല്ലയോ എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരും. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് ഒന്ന് നിങ്ങൾ കണ്ട് നിങ്ങളെല്ലാ അഭിപ്രായം നോക്കിയിട്ട് വേണം വരാൻ. നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് എന്തായാലും ആദ്യം ഞാൻ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം നമുക്ക് ഓരോന്നായിട്ട് പോവാം. അപ്പം എല്ലാവരും ഒരു ഇത് കാണും, നിങ്ങൾക്ക് ഇവിടെ എന്തുകൊണ്ട് ഇവിടെ പഠിക്കുന്നു, ഇവിടെ അഫോർഡബിൾ ഫീസാണോ. ഒന്നാമത്തെ കാര്യം, ഇവിടെ അഫോർഡബിൾ ഫീസ് ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഇന്നതായ ഫീസുകളുണ്ട്, അഫോർഡബിൾ ഫീസാണ്. പിന്നെ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ്, അതൊന്നും പേടിക്കാനൊന്നുമില്ല. ജോർജിയയിൽ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ്, ജോർജിയൻ ലാംഗ്വേജിൽ ആരും പഠിപ്പിക്കാനൊന്നും പോണില്ല, അത് ആരും വിചാരിക്കേണ്ട. ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് എല്ലാവരും പഠിപ്പിച്ചു തരും. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ വരാൻ. ഇപ്പം ഉക്രൈൻ ഇപ്പോൾ വാറായതുകൊണ്ട് തന്നെ ഇവിടെയാണ് എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ പഠിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെ വന്നാൽ മതി പഠിക്കാൻ. വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, അഫോർഡബിൾ പ്രൈസിന് തന്നെയാണ് അവർ ഒരുക്കുന്നത്. പിന്നെ മറ്റേ MCAയും NMC എല്ലാം അപ്രൂവ്ഡ് ചെയ്ത യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉള്ളൂ. അതാണ് ഞാനിപ്പോൾ മെയിനായിട്ട് 5 എണ്ണം പറയാൻ പോകുന്നത്. ബാക്കിയുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പക്ഷേ ഇപ്പം ഞാൻ മെയിൻ 5 യൂണിവേഴ്സിറ്റി, എല്ലാ NMCയും എല്ലാം നാട്ടിലെ WHO എല്ലാം അംഗീകാരം കിട്ടിയ യൂണിവേഴ്സിറ്റീസിനെ പറ്റി തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരും അതിനെപ്പറ്റിയൊന്നും പേടിക്കണ്ട. എല്ലാം ധൈര്യമായിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ വരാം. അപ്പം നമുക്ക് ടോപ്പ് 5 MBBS യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ ഇവിടുത്തത് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. ഫസ്റ്റ് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയും. സെക്കൻഡ് ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി, അതാണ് ടോപ്പ് 5 സെക്കൻഡ്. തേർഡ് കോക്കാസസ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ 4th ന്യൂ വിഷൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. 5th ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ ഉണ്ട്, ഞാനിപ്പോൾ ടോപ്പ് 5 ആണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അങ്ങ് പറഞ്ഞു പോവാം. പിന്നെ ഇതിൽ ടോപ്പ് 1 ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, സായി പല്ലവി അവിടെയാണ് പഠിച്ചത്. നമ്മളെ മലയാളം കുറേ സിനിമയിൽ അഭിനയിച്ച നടി, പ്രേമത്തിലൊക്കെ അഭിനയിച്ച നടി ഇവിടെ നിന്നാണ് പഠിച്ചത്, അവൾ ഡിഗ്രി എടുത്തത്. അപ്പോൾ അതിൽ ഇതാണ് ഏറ്റവും ഓൾഡസ്റ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. TSMU എന്ന് പറയും. ഇവിടുത്തെ ഫേമസ് അതാണ്, ഏറ്റവും പ്രൈസ് ഏറിയതും നല്ല പ്രൈസ് എന്ന് പറയാനും ഉള്ളത് അത് തന്നെയാണ്. പിന്നെ അവിടെ തന്നെയാണ് കൂടുതലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസും പഠിക്കുന്നത്, ഗവൺമെൻറ്റും കൂടെയാണ്, അതുകൊണ്ട് തന്നെ അവിടെ തന്നെയാണ് കൂടുതലും പഠിക്കുന്നത്. പിന്നെ വേൾഡ് വൈഡിൽ ടോപ്പാണ്, റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് അതാണ് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇനി നമുക്ക് ജോർജിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി നോക്കാം. അത് അത്യാവശ്യം മോഡേൺ ക്യാമ്പസാണ്. ഇപ്പോൾ തന്നെ ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ പണിഞ്ഞായിരുന്നു SUയിൽ. അപ്പം നല്ലൊരു ആവശ്യത്തിന് വലിയ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണത്. പിന്നെ നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട് SUയിൽ. പിന്നെ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇപ്പം അവിടെയാണ് ഞാൻ കണ്ടത് കൂടുതലും, ബിക്കോസ് ഓഫ് ഉക്രൈനിലെ വാർ കാരണം അവിടെയാണ് കൂടുതൽ പഠിക്കാൻ ഇപ്പം സ്റ്റുഡൻസ് എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കോക്കാസസ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ അഫോർഡബിൾ ട്യൂഷൻ ഫീ ആണ്, നല്ല ട്യൂഷൻ ഫീ അഫോർഡബിൾ ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷ് മീഡിയം ഇതിൽ പറഞ്ഞ എല്ലാത്തിലും ഉണ്ട്. പിന്നെ നമുക്ക് ന്യൂ വിഷൻ നോക്കാം. അവിടെയാണെങ്കിൽ ഓരോരുത്തരും ഓരോ അഡ്വാൻറ്റേജും കാണും. അവിടെയാണെങ്കിൽ കൂടുതൽ ടെക്നോളജിയും ലാബ്സും കാര്യങ്ങളും എല്ലാം അവിടെയാണ് കൂടുതൽ. പിന്നെ ഫാക്കൽറ്റീസ് എല്ലാം ഉണ്ട്, മെഡിക്കൽ ഫാക്കൽറ്റി, MD മറ്റേത് മറിച്ചത് കുറേ കോഴ്സിൻ്റെ ഫാക്കൽറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈസ്റ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റി അതുകൊണ്ട് അതിൽ നല്ല മെഡിക്കൽ പ്രോഗ്രാമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല ഫോറിൻ സ്റ്റുഡൻസ്, ഇന്ത്യൻസ് മാത്രമല്ല ഫോറിൻ സ്റ്റുഡൻസ് അവിടെയാണ് കൂടുതലും പഠിക്കുന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയേണ്ടതായിരിക്കും ട്യൂഷൻ ഫീ.
പിന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഇന്ത്യൻ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി എങ്ങനെയൊക്കെ ഉണ്ട്, ആൾക്കാർ എങ്ങനെയാണോ, ലിവിങ് കോസ്റ്റ് ഇൻ ജോർജിയ, അഡ്മിഷൻ പ്രോസസ്സ്, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യം കാണും. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ റേഞ്ചാണ്. ഇവിടുത്തെ ഡോളർ റേറ്റും നമ്മളെ യൂണിവേഴ്സിറ്റി ഒരു വർഷത്തെ ഇയർലി ഫീസും എല്ലാം. അപ്പം ഏകദേശം ഇവിടെ പറയുകയാണെങ്കിൽ 5000 മുതൽ 8000 വരെയാണ് പെർ ഇയർ ഒരു വർഷം ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത്, ആനുവൽ ഫീ. അപ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ അപ്രോക്സിമേറ്റ് 4 ലക്ഷം ടു 6.5 ലക്ഷം പെർ ഇയർ വരും. മനസ്സിലായല്ലോ. ബാക്കി നിങ്ങളെ ചിലവ് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അല്ലാത്ത കാര്യമാണ്. ഇത് യൂണിവേഴ്സിറ്റി മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇപ്പം ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ $8000 $8,000 പെർ ഇയർ ആയിരുന്നു. ഇപ്പം ഞാൻ കേൾക്കുന്നത് $10,000 പെർ ഇയർ ആണെന്ന്. അതിനെപ്പറ്റി എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ഒന്നുകൂടെ തിരക്കിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഫുള്ള് കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിവ് കിട്ടുള്ളൂ. പിന്നെ ന്യൂ വിഷൻ യൂണിവേഴ്സിറ്റി 7,000 പെർ ഇയർ ആണ്. എന്നുവെച്ചാൽ ഒരു വർഷം $7,000 ആണ്. പിന്നെ കോക്കാസസ് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി അത് 6,000 പെർ ഇയർ ആണ്. പിന്നെ SCU അവിടെ $5,500 പെർ ഇയർ ആണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിപ്പം ഇത്രയൊക്കെയാണ് റേറ്റ് വരുന്നത്, ട്യൂഷൻ ഫീ. ഇതിൻ്റെ കോഴ്സൊക്കെ യൂഷ്വലി 6 വർഷമാണ് ഉള്ളത്. നമ്മുടെ നാട്ടിലെ പോലെ 4.5 വർഷം 5 വർഷം അങ്ങനെയൊന്നുമല്ല, 6 വർഷം. 6ാമത്തെ വർഷം ക്ലർക്ക്ഷിപ്പ് ഉണ്ട്, ഇൻറ്റേൺഷിപ്പ് ഇവിടുത്തെ. അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഇവിടെ ടോട്ടൽ 6 years ആണ് കോഴ്സ്. അത് നിങ്ങളെല്ലാം ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്കെല്ലാം ഉള്ള ഡൗട്ടായിരിക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ്. എല്ലാ യൂണിവേഴ്സിറ്റിയും ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് മോസ്റ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നിങ്ങളൊന്നും പേടിക്കണ്ട. ഇവിടെ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലോ അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലോ ഒന്നും പേടിക്കാനില്ല, ഇവിടെ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. ഇവിടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ തന്നെ ഉണ്ട്. പിന്നെ ഷെയർഡ് റൂംസ് എടുക്കാം, 2 റൂം 3 സ്റ്റുഡൻസ് അങ്ങനെയൊക്കെ 2 to 3 സ്റ്റുഡൻസ് വെച്ച് ഷെയർഡ് റൂംസ് ഒക്കെ എടുക്കാം. വൈഫൈ അവർ പ്രൊവൈഡ് ചെയ്യും, അതൊന്നും പേടിക്കണ്ട. പിന്നെ കിച്ചൺ ഫെസിലിറ്റീസ് കാണും, അവിടെ തന്നെ ഒരുമിച്ച് കുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ. പിന്നെ സെക്യൂരിറ്റി ഒക്കെ നല്ല സെക്യൂരിറ്റി ആയിരിക്കും, താഴെ തന്നെ ഒരു സെക്യൂരിറ്റി കാണും ആ ബിൽഡിങ്ങിൽ. അതുകൊണ്ട് തന്നെ അതൊന്നും പേടിക്കാൻ നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ അങ്ങനെ എടുക്കാം. പിന്നെ ഹോസ്റ്റൽ കോസ്റ്റ് ഒക്കെ വരുന്നത് $200 തൊട്ട് തുടങ്ങും, $400 വരെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഏകദേശം 17,000 രൂപ തൊട്ട് ഒരു 32,000 രൂപ പെർ മന്ത് അങ്ങനെ. അവിടെ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങൾ ചില ഹോസ്റ്റലിൽ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഇത് തന്നെ കിട്ടും. പിന്നെ പ്രൈവറ്റ് അപ്പാർട്ട്മെൻറ്റ്സും ചിലവരെടുക്കുന്നവരുണ്ട്, അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ചോദ്യമായിരിക്കും ഇന്ത്യൻ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഇവിടെ എങ്ങനെയായിരിക്കും. ഇവിടെ അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കുകയേ വേണ്ട. ഇവിടെ കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ എവിടെ നോക്കിയാലും ഇന്ത്യൻ സ്റ്റുഡൻസ് മാത്രമേ കാണാനുള്ളൂ. പിന്നെ അവിടെ ഉക്രൈൻ്റെ വാർ കാരണവും കുറേ പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട് പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഇവിടെ കാണുന്നേ നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ പഠിക്കുന്ന ടിബിലിസിയിലാണ്, ഇവിടുത്തെ ക്യാപിറ്റലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റീസും ഉള്ളത്. ബത്തൂമി ഉണ്ട്, അത് വേറെ സിറ്റിയാണ്, അവിടെ ഒരു യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. അത് നല്ലതാണ്. ഇത് ഇവിടെ ആകുമ്പോൾ എല്ലാം ഉണ്ട്. ഇവിടെയാണ് കൂടുതൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ, മലയാളികൾ. പിന്നെ അല്ലാതെ നോർത്ത് ഇന്ത്യൻസ് ആയാലും എന്തൊക്കെയോ ഗ്രോസറി സ്റ്റോർസ് ഉണ്ട്, നമ്മളെ സൂപ്പർ മാർക്കറ്റ് ഇവിടെ കിട്ടും. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാം, അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അങ്ങനത്തെ ഒരു ഹോം സിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യണമെന്നില്ല. ഇപ്പോൾ ഒന്നും ഇല്ലാത്ത ചില കൺട്രികൾ കാണും, നമ്മൾ അവിടുത്തെ ഒന്നും കാണൂല. ഇതിപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടായിരിക്കും ലിവിങ് കോസ്റ്റ് ഇൻ ജോർജിയ. ഇപ്പോൾ ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അക്കോമഡേഷൻ എങ്ങനെ പോയാലും ഒരു 32,000 16,000 രൂപ മുതൽ $200 തൊട്ട് $400 ആണ് ഞാൻ വയ്ക്കുന്നത്. ഫുഡ് ഒരു $150 തൊട്ട് $200 വരെ ഫുഡാവും. നല്ല എക്സ്പെൻസീവ് ആണ്, ഞാൻ നിങ്ങൾക്കൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നല്ല എക്സ്പെൻസീവാണ്. പിന്നെ ട്രാൻസ്പോർട്ടാണ് ഇവിടുത്തെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. ട്രാൻസ്പോർട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് കാർഡ് വെച്ച് നമുക്ക് പോവാം. അതുകൊണ്ട് തന്നെ $20 തൊട്ട് 40, അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ അതർ എക്സ്പെൻസ് നിങ്ങൾക്ക് വേറെ വല്ലതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു $50 മുതൽ $100 വരെ വയ്ക്കാം. ഇതാണ് ടോട്ടലി ഒരു 400 മുതൽ ഒരു 700 ഒക്കെയാണ്. നമുക്ക് അത്രയൊന്നും കിട്ടാറില്ല, ചില ആൾക്കാർക്ക് അത്രയും കിട്ടുന്നുണ്ട്. അപ്പം 400 500 ആ റേഞ്ചൊക്കെ എന്തായാലും ഇവിടെ വേണ്ടി വരും ഇവിടെ ജീവിക്കണമെങ്കിൽ.
പിന്നെ നിങ്ങൾക്ക് മെയിൻലി അറിയേണ്ടതായിരിക്കും അഡ്മിഷൻ പ്രോസസ്സ് സിമ്പിളാണ്. എല്ലാ കൺട്രീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ സിമ്പിളാണ് അഡ്മിഷൻ പ്രോസസ്സ് കിട്ടാൻ. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യില്ല, സ്റ്റെപ്സ് പറഞ്ഞുതരാം. ആദ്യം യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യണം, പിന്നെ ഡോക്യുമെൻ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം, പാസ്പോർട്ടും 12th മാർക്സും. ഏജൻസൊക്കെ കുറേ അവൈലബിൾ ആണ്. നിങ്ങൾ ഏതാണ് ട്രസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് കോൺടാക്ട് ചെയ്യാം. ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയുടെ നമ്പർ എടുത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സബ്മിറ്റ് ഡോക്യുമെൻറ്റ്, പാസ്പോർട്ട് മെയിനാണ്, അതിൻ്റെ കോപ്പി, പിന്നെ 12th മാർക്ക് ഷീറ്റ് വേണം, പിന്നെ ഒരു അഡ്മിഷൻ ലെറ്റർ കിട്ടും, പിന്നെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതെല്ലാം അവർ തന്നെ ചെയ്യും. ഏജൻറ്റ് കൊടുത്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, നിങ്ങളൊന്നും അറിയണ്ട. പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലെറ്റർ കിട്ടി, നിങ്ങൾക്ക് ആ വിസ എപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ട്രാവൽ ടു ജോർജിയ, അപ്പോൾ ടിക്കറ്റ് തന്നെ ബുക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമായിരിക്കും, നീറ്റ് ക്ലിയർ ആവണം. നീറ്റ് സത്യം പറഞ്ഞാൽ ക്ലിയർ ആവാതെ വന്നാൽ നിങ്ങൾക്ക് നാട്ടിൽ പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈ ആവണമെന്നില്ല. പക്ഷേ നീറ്റ് മേജറാണ്, നീറ്റ് ക്വാളിഫൈ ചെയ്ത് വരുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടായിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇത്രയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം ആവറേജ് ഇവിടെ പറയുകയാണെങ്കിൽ $5,000 മുതൽ $8,000 വരെ ഫീ ഉള്ള യൂണിവേഴ്സിറ്റി ടോപ്പ് 5 അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള എന്താണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇന്ത്യൻ ഫെസിലിറ്റീസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ഹോസ്റ്റലുണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം കൊണ്ട് നോക്കണമെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും കാണൂല. നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെ വന്ന് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചു പോവാം. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫുൾ വീഡിയോ ഒന്ന് ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേറെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയെ പറ്റി അല്ലെങ്കിൽ വേറെ യൂണിവേഴ്സിറ്റിയെ പറ്റി ചെയ്യാം. ഞാൻ എന്തായാലും ഓരോ യൂണിവേഴ്സിറ്റിയെ പറ്റി മിക്കവാറും ചെയ്യും ഉടനെ തന്നെ. അപ്പോൾ നിങ്ങളത് എന്നെ സബ്സ്ക്രൈബ് ചെയ്തും ബെല്ലൈക്കന് നോട്ടിഫിക്കേഷൻ ഓണാക്കിയും വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാം നോക്കി അന്വേഷിച്ച് മാത്രമേ ഇവിടെ വരാവൂ. അപ്പോൾ ഏതാണ് നല്ല യൂണിവേഴ്സിറ്റി നോക്കി നിങ്ങൾ പറഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. നിങ്ങൾക്ക് അതിലൊന്നും ഒരു മടിയും പ്രതീക്ഷിക്കേണ്ട, ഞാൻ എല്ലാം നിങ്ങൾക്ക് തന്നെ മറുപടിയായിട്ട് തരുന്നതാണ്, ഒന്നും നിങ്ങൾ പേടിക്കണ്ട. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എല്ലാ യൂസ്ഫുൾ എൻ്റെ തോട്ട്സും ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ് എൻ്റെ വിചാരം. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.